CBSE 10ാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചർച്ച ചെയ്യാനാണ് നമ്മളിപ്പോൾ ഈ വീഡിയോവുമായി നിങ്ങൾ മുമ്പിൽ നിൽക്കുന്നത്. പത്രവാർത്ത തയ്യാറാക്കാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു ചോദ്യമുണ്ടാകും. പത്രവാർത്ത തയ്യാറാക്കുക ഒരു ചോദ്യമാണ്. ബോർഡ് എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം. വരാൻ സാധ്യതയുള്ള എന്നല്ല, വരാൻ ഏറ്റവും സാധ്യതയുള്ള, അല്ലെ, വെറും സാധ്യതയല്ല, ഏറ്റവും സാധ്യതയുള്ള ഒരു ചോദ്യമാണ് പത്രവാർത്ത തയ്യാറാക്കുക. നമുക്കറിയാം, ഒരു സംഭവത്തെ അതിൻ്റെ ഗൗരവം ഒട്ടും ചോർന്നു പോകാതെ വാർത്താ മാധ്യമങ്ങളിൽ കൊടുക്കുന്ന വസ്തുതാപരമായ ഒന്നിനെയാണ് വാർത്ത എന്ന് പറയുക നമ്മളല്ലേ. പത്രവാർത്ത ആര്, എന്ത്, എപ്പോൾ, എവിടെ, എന്തുകൊണ്ട്, ഇങ്ങനെ ഇതിൻ്റെ എല്ലാം ഉത്തരമാണ് ശരിക്കും പത്രവാർത്ത. പത്രവാർത്ത എന്ന് പറഞ്ഞാൽ ആരാണ്, എന്താണ്, എപ്പോഴാണ്, എവിടെ വെച്ചാണ്, എന്തുകൊണ്ടാണ്, ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടുന്നതാണ് ഒരു പത്രവാർത്ത എന്ന് പറയുന്നത്, അല്ലേ. അപ്പം പത്രവാർത്ത എഴുതുമ്പോൾ സമയത്ത് ആര്, എന്ത്, എങ്ങനെ, എപ്പോൾ, ഏത് എന്നുള്ളതൊക്കെ നമ്മൾ രൂപപ്പെടുത്തണം. പത്രവാർത്ത എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ ഉചിതമായ തലക്കെട്ട്, വായനക്കാരെ ആകർഷിക്കത്തക്ക വിധത്തിൽ വാർത്തയുടെ ആശയം വരുന്ന രീതിയിലാവണം തലക്കെട്ട് എഴുതേണ്ടത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പത്രവാർത്ത വായിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ അതിൻ്റെ ശീർഷകം തന്നെ നമുക്ക് അട്രാക്റ്റീവ് ആയിരിക്കണം. അതായത് എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ പറയാൻ ഉദ്ദേശിച്ചത് തന്നെ ആവണം തലക്കെട്ട്. അതായത് ഒരു വാക്യത്തിലൊക്കെ ആയിരിക്കും തലക്കെട്ട്. ആ വാക്യത്തിലൂടെ നമുക്ക് പറയാനുള്ളത് എന്താണ് എന്ന് വ്യക്തമായിരിക്കണം. അതായത് വായനക്കാരെ ആകർഷിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം ശീർഷകം. പിന്നെ വാർത്തയുടെ ആശയം വരുന്ന രീതിയിലുള്ള ശീർഷകമാണ് എഴുതേണ്ടത്, അല്ലേ. വയനാട്ടിലൊക്കെ പുലി ഇറങ്ങിയപ്പോൾ വാർത്ത വന്നിരുന്നു, പുലി ഇറങ്ങി നാടാകെ പരിഭ്രാന്തിയിൽ. കൃത്യമായി എന്താണോ ആശയം എഴുതാൻ പോകുന്നത് അതിൻ്റെ കൃത്യമായ ധാരണ തലക്കെട്ടിൽ തന്നെ കിട്ടി. പുലി ഇറങ്ങി, ജനം നാടാകെ പരിഭ്രാന്തിയിൽ. കണ്ടോ നിങ്ങൾ? അങ്ങനെ ഏറ്റവും ഉചിതമായതും ഏറ്റവും അട്രാക്റ്റീവായതും വായനക്കാർക്ക് വായിക്കാൻ തോന്നത്തക്ക രൂപത്തിലുള്ളതുമായ ശീർഷകമാണ് നമ്മൾ എഴുതേണ്ടത്. അതാണ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം, തലക്കെട്ട് അഥവാ ശീർഷകം അഥവാ ഹെഡിങ്. അതൊന്ന് ഓർത്ത് വെക്കുക. ആശയം വരുന്ന സ്ഥലം, അതുപോലെ വാർത്തയ്ക്ക് ആധാരമായ സ്ഥലം കൃത്യമായി രേഖപ്പെടുത്തുക. എവിടെയാണ് സ്ഥലം? കോഴിക്കോടാണോ, വയനാടാണോ, തൃശ്ശൂരാണോ, കണ്ണൂരാണോ, കാസർഗോഡാണോ, തിരുവനന്തപുരത്താണോ, കൊല്ലത്താണോ എന്ന് കൃത്യമായി സ്ഥലം രേഖപ്പെടുത്തണം. നിങ്ങൾക്കറിയാം, സ്ഥലം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ 2 കുത്തിടാറുണ്ട്. സ്ഥലം എന്ന് എഴുതിയാൽ പോലെ സ്ഥലത്തിൻ്റെ പേര് എഴുതണം, എന്നിട്ടാണ് നമ്മൾ വാർത്ത തുടങ്ങാറ്. അപ്പോൾ സ്ഥലം എന്താവണം? വാർത്തയ്ക്ക് ആധാരമായ സ്ഥലം കൃത്യമായി എഴുതാൻ കഴിയുന്ന രൂപത്തിൽ വേണം പത്രവാർത്ത തയ്യാറാക്കാൻ. ഇനിയോ സത്യസന്ധമായ ഭാഷയാണ് ഉപയോഗിക്കുന്നത്. അതൊരു വലിയ കാര്യമാണ്. ഉണ്ടത്രേ, അങ്ങനെ വരാൻ സാധ്യതയുണ്ടത്രേ, അങ്ങനത്തെ വാർത്തകൾക്കല്ല. സത്യസന്ധമായ ഭാഷയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പറയാൻ പോകുന്ന കാര്യം സത്യസന്ധവും അതുപോലെ സുതാര്യവുമായിരിക്കണം. ആർക്കും പെട്ടെന്ന് മനസ്സിലാകത്തക്ക രൂപത്തിലുള്ള വാർത്തയാണ് നമ്മൾ എഴുതേണ്ടത്, അല്ലേ. കാരണം പത്രം വായിക്കുന്ന പലപ്പോഴും സാധാരണക്കാരൻ മുതൽ മേലോട്ടുള്ളവരാ, അല്ലേ. സാധാരണക്കാരനായ ആളുകൾക്കും ദഹിക്കണം, ഏറ്റവും ഉയർന്ന തലത്തിൽ ചിന്തിക്കുന്നവർക്കും ദഹിക്കത്തക്ക രൂപത്തിലുള്ള ഒരു സത്യസന്ധമായ അവതരണമാണ് വാർത്തയ്ക്കുണ്ടായിരിക്കേണ്ടത്. പിന്നെയോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം ഉൾപ്പെടുത്തണം. അതാണ് പത്രവാർത്തയുടെ മറ്റൊരു പ്രത്യേകത. നമുക്ക് എന്താണോ പറയാനുള്ളത് അതിലേറ്റവും പ്രധാനം ഏതാണെന്ന് നമുക്കറിയാം. ഒരു വാർത്ത എഴുതുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായി എഴുതേണ്ടത് എന്താണെന്ന് നമുക്കറിയാം. അങ്ങനെ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി എഴുതേണ്ടത് ആദ്യം അങ്ങ് എഴുതി പോകണം. എന്നിട്ടാണ് തുടർന്ന് പ്രാധാന്യം കുറഞ്ഞവ എഴുതണം. ഇനി അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആദ്യം എഴുതുക, പിന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് കുറഞ്ഞത്
താഴെ എഴുതുക. അങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടത്, പത്രവാർത്ത തയ്യാറാക്കേണ്ടത്. ഇനിയോ പേരിനൊപ്പം ശ്രീ, ശ്രീമതി ഇങ്ങനെ ഉപയോഗിക്കണം. അതായത് ശ്രീ രാമൻ പിള്ളയാണ് ആദ്യമായി പുലിയെ കണ്ടത്, അല്ലെ ശ്രീമതി രേഖാ മേനോനാണ് പുലിയെ കണ്ടത്. അങ്ങനെ ആണുങ്ങളാണെങ്കിൽ ശ്രീ എന്നും സ്ത്രീകളാണെങ്കിൽ ശ്രീമതി എന്നുമൊക്കെ ബഹുമാനം കൊടുക്കേണ്ടവരെ ശ്രീ രാജുവിൽ നിന്നാണ് ഇത്ര ലഹരി പദാർത്ഥം പിടിച്ചത്, അവിടെ മിസ്റ്റർ എന്നുള്ള പദപ്രയോഗം വേണ്ട. ഞാൻ പറഞ്ഞത് അവസരോചിതമായി ചെയ്യേണ്ടതാണ്. മിസ്റ്റർ അല്ലെങ്കിൽ ശ്രീ, ശ്രീമതി എന്ന പദമൊക്കെ ഉപയോഗിക്കുന്നത് അവസരോചിതമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞു, അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ്, അങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പദങ്ങൾ ഉപയോഗിക്കണം. നോക്കൂ, നിങ്ങൾക്ക് ദുരിതം തോറ്റു ചെറുപ്പക്കാർക്ക് മുന്നിൽ, അല്ലേ? ഒരു പത്രവാർത്തയാണിത്. പത്രവാർത്തയുടെ എന്തൊക്കെ അറിയണമെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് തന്നത്. ദുരിതം തോറ്റു ചെറുപ്പക്കാർക്ക് മുന്നിൽ. ഇതാണ് കണ്ടോ, എന്താണ് ദുരിതം തോറ്റത് എന്ന് വായിക്കാനുള്ള ഒരു ടെൻഡൻസി വായനക്കാരനുണ്ടാവില്ലേ? എന്നാലോ ദുരിതം തോറ്റു എന്ന് പറയുന്നോർത്ത് അതിൻ്റെ ആശയം മുഴുവൻ ഉൾക്കൊണ്ടിട്ടുമുണ്ട്. കാരണം നമ്മൾ ആ പത്രവാർത്തയുടെ രീതിയും ഭാവവും നമ്മൾ പറഞ്ഞിരിക്കുന്ന പോയിന്റും വെച്ചിട്ട് ഇതിനൊന്ന് വിലയിരുത്തൂ. ഇനി നോക്കൂ, തിരുവനന്തപുരം പേരുണ്ട, ഇല്ലേ? പേരുണ്ട്, കഴിഞ്ഞ് 2 കുത്തുണ്ട, അങ്ങനെ തുടങ്ങി ഒരു പത്രവാർത്തയ്ക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ് പത്രവാർത്തയുടെ ഒരു സാമ്പിൾ കൂടി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ വെച്ചത്. അപ്പോൾ പത്രവാർത്ത എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളത് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തെറ്റിക്കരുത്, പത്രവാർത്ത എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പത്രവാർത്ത ഇല്ലാത്തൊരു പരീക്ഷ പേപ്പർ നിങ്ങൾക്കുണ്ടാവില്ല. അപ്പോൾ ആ പത്രവാർത്ത കൂടി ഒന്ന് നോക്കുക. അപ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഓർക്കുക. ഉചിതമായ തലക്കെട്ട്, വായനക്കാരെ ആകർഷിക്കത്തക്ക വിധത്തിൽ വാർത്തയുടെ ആശയം വരുന്ന രൂപത്തിലുമുള്ള ശീർഷകം എഴുതണം. സ്ഥലം നിങ്ങൾ എഴുതണം. പിന്നെ വാർത്തയ്ക്ക് ആധാരമായ സ്ഥലമാണ് നിങ്ങൾ എഴുതേണ്ടത്. സത്യസന്ധമായ ഭാഷയായിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം പറയുക, പിന്നീട് പ്രാധാന്യം കുറഞ്ഞ കാര്യം പറയുക. പിന്നെ ബഹുമാനപ്പെട്ട ആളുകളെയൊക്കെ രേഖപ്പെടുത്തുന്ന സമയത്ത് ശ്രീ എന്നോ ശ്രീമതി എന്നോ പദങ്ങൾ ഉപയോഗിക്കുക. അതിൻ്റെ ഉചിതമായ ഒരു പത്രവാർത്തയാണ് നിങ്ങൾക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ പത്രവാർത്ത ക്ലിയറായോ മക്കളെ? പത്രവാർത്ത ക്ലിയറായോ? അങ്ങനെയെങ്കിൽ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ് മക്കളെ.